ഓം ശ്രീ സായിരാം. 1960കളിൽ നടന്നൊരു സംഭവം. ഒരു യുവതിക്ക് വെള്ളപ്പാണ്ട്, ശരീരം മുഴുവൻ തന്നെ അതുണ്ട്. അവർ മാനസികമായി വല്ലാതെ തളർന്നു. എല്ലാവിധ ചികിത്സാ പദ്ധതികളും നോക്കി. സന്യാസിമാരെയും യോഗിമാരെയും സിദ്ധന്മാരെയും, എന്തിന് കാവ്യ കൊടുത്ത് കണ്ടവരെ ഒക്കെ പോയി കണ്ടു. ജ്യോതിഷ പരിഹാരവും ചെയ്തു. ഒരു ഫലവും കണ്ടില്ല. ഈ സമയത്താണ് സ്വാമിയെക്കുറിച്ച് അവരുടെ ബന്ധു പറഞ്ഞ് അറിഞ്ഞത്. അവർക്ക് ആദ്യം താല്പര്യം തോന്നിയില്ല. പക്ഷെ ബന്ധുവിൻ്റെ നിർബന്ധപ്രകാരം സ്വാമിയെ കാണാൻ പോയി. ഭഗവാൻ വിഭൂതി നൽകും, അഭിമുഖം നൽകും എന്നൊക്കെ കേട്ടിട്ടാണ് പോയത്. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. അവർ 3 ദിവസം പർത്തിയിൽ താമസിച്ചു. ഭഗവാൻ അവരെ 3 ദിവസവും നോക്കി, അത്രമാത്രം. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അവർ കടുത്ത നിരാശയോടെ മടങ്ങി. സ്വാമിമാരൊക്കെ ഇങ്ങനെയാണെന്ന് അവർ ബന്ധുവിനോട് പറയുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നോക്കിയപ്പോൾ അവർ അന്തം വിട്ടുപോയി. വെള്ളപ്പാടുകൾ ഒന്നും കാണാനില്ല. എല്ലാം മാഞ്ഞു പോയതുപോലെ പോയിരിക്കുന്നു. നെറ്റിയിൽ മാത്രം ഒരു ചെറിയ പൊട്ട് പോലെ വെള്ളപ്പാണ്ട്, അത്രമാത്രം. ഒരു പക്ഷേ എന്തോ ഓർമ്മിപ്പിക്കാൻ എന്ന വിധം. ജയ് സായിരാം. എങ്ങനെ, ഏത് വിധം ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ ഭഗവാൻ പരിഹരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആശ്രയിക്കുന്നവരെ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ക്ഷമയോടെ ഭഗവത് കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. जय बोलो भगवान श्री सत्य साई बाबा जी की जय।